ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഹൃദയ ടെക് ടോക്സ്. നമ്മളിന്നോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എംബെഡഡ് സിസ്റ്റത്തിലെ കെയിൽ മൈക്രോവിഷൻ 3 ID48051 എന്നൊരു സോഫ്റ്റ്വെയർ ആണ്. ബേസിക്കലി ഇത് ശരിക്കും ഒരു ലാബ് സെഷൻ പോലെയാണ് നടത്തേണ്ടത്. നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ ആണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ വീഡിയോയുടെ അവസാനം അതിൻ്റെ ഒരു ലാബ് സെഷൻ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. കെയിൽ മൈക്രോവിഷൻ U3 എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറാണ് നമ്മളിവിടെ യൂസ് ചെയ്യണത്. അത് നമുക്ക് www.keil.com എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അത് സ്റ്റുഡൻസിന് ഫ്രീ ആണ്, ബട്ട് ഫോർ എന്താ പറയുക, നമ്മൾ ലൈസൻസ്ഡ്, അത് കുറച്ച് ലിമിറ്റ്സ് ഉണ്ടാവും. ഇനി ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന പക്ഷേ അതിന് പേയ്മെൻറ്റ് നടത്തേണ്ടി വരും. ബേസിക്കലി നമ്മുടെ ഒരു മൈക്രോസോഫ്റ്റിൻ്റെ വിഷ്വൽ സ്റ്റുഡിയോ എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയറിനോട് സിമിലർ ആണ്. നമ്മളിന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഔട്ട് ത്രൂ ഫുള്ളായിട്ട് എന്തൊക്കെയാണ് സംഭവം, അതേപോലെ തന്നെ ഒരു കോഡ് എഴുതി അതെങ്ങനെ ലിങ്ക് ചെയ്യാം എന്നൊരു ഭാഗം കൂടെ നോക്കണം. നമ്മൾ കെയിൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ചെയ്തു, നമ്മുടെ കമ്പ്യൂട്ടറിലെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ബേസിക്കലി ഇങ്ങനത്തെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവുക. അതിൽ തന്നെ ഓപ്പണായി വരുന്നുണ്ടായിരിക്കുക. അപ്പം അതിൽ ഈ മോൾ ഭാഗം എന്ന് പറയുന്നത് മെനു പാർട്ടാണ്. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞതെല്ലാം മെനു പാർട്ട്. സൈഡ് ഭാഗം, ഈ സൈഡിലുള്ള ലെഫ്റ്റ് സൈഡ് വരുന്നതൊക്കെ പ്രൊജക്റ്റ് വിൻഡോ. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ടെക്സ്റ്റ് എഡിറ്റർ വിൻഡോ ആണ് ഈ ഒരു പാർട്ടിൽ വരുന്നത്. ഏറ്റവും അടിയിൽ വരുന്ന ഭാഗം ബോട്ടം പാർട്ട് ഔട്ട്പുട്ട് പാർട്ടും. ഇതായിരിക്കും നമ്മൾ ബേസിക്കലി നമ്മളൊരു കെയിൽ സോഫ്റ്റ്വെയർ ജസ്റ്റ് ഒന്ന് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഏറ്റവും മുകളിൽ വരുന്ന മെനുവും സെൻറ്ററിൽ ടെക്സ്റ്റും അടിയിൽ ഔട്ട്പുട്ട് സൈഡിൽ പ്രൊജക്റ്റ് വിൻഡോ. ഇനി നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം പോകേണ്ടത് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞതിൽ ഒരു പുതിയ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വർക്ക് സ്പേസ് ഇപ്പോൾ നമ്മൾ സേവ് ചെയ്യേണ്ടത് .uv2 എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ ഉപയോഗിച്ചിട്ടാണ്. നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങുന്നതിനും പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു മെനുവിൽ പോയി ക്ലിക്ക് ചെയ്ത് അടുത്തായിട്ട് ക്രിയേറ്റ് ന്യൂ മൈക്രോവിഷൻ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. ആ ഒരു എക്സ്റ്റൻഷൻ നമ്മളിപ്പം പുതിയ പ്രൊജക്റ്റ് നമ്മൾ സേവ് ചെയ്യുമ്പം .uv2 എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് വേണം നമ്മൾ എപ്പോഴും സേവ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് വന്നു കഴിയുമ്പം ഒരു ഡയലോഗ് ബോക്സ് കാണും. ഡയലോഗ് ബോക്സ് എന്ന് പറയുമ്പം അതേപോലെ നമ്മളിവിടെ പറയുന്നത് ബേസിക്കലി രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ഇപ്പം ഹാർഡ്വെയർ പാർട്ട്, നമ്മൾ ഏത് ഹാർഡ്വെയർ ആണ്, ഏത് മൈക്രോ കൺട്രോളർ ആണ്. ഇപ്പം നമ്മൾ 8051 ആണ്. 8051 പല മാനുഫാക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മുടെ ഏത് മാനുഫാക്ചറാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പം അത് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് അപ്പർ പാർട്ട് കഴിയുമ്പം ഒരുപാട് മാനുഫാക്ചേഴ്സിൻ്റെ പേര്, വെൻഡേഴ്സിൻ്റെ പേര് അങ്ങനെ കാണിക്കും. അതിൽ നമ്മൾ ഏത് മാനുഫാക്ചറാണോ സെലക്ട് ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിലുള്ള ഹാർഡ്വെയർ ഏത് മാനുഫാക്ചറാണോ ആ ഒരു മാനുഫാക്ചർ ചെയ്യണം. നമ്മളിവിടെ സെലക്ട് ചെയ്യുമ്പോൾ അറ്റ്മൽ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഈ അറ്റ്മൽ എന്ന് പറഞ്ഞ കമ്പനിയെ വളരെയധികം മൈക്രോ കൺട്രോളേഴ്സ് ബിൽഡ് ചെയ്യും. അതിൽ ഏത് മോഡലാണ് നമ്മുടെ കയ്യിലുള്ളത് അതായിരിക്കും നമ്മൾ അടുത്ത് സെലക്ട് ചെയ്യുന്നത്. അറ്റ്മലിൻ്റെ തന്നെ ഇതവിടെ ഇപ്പോൾ ഉണ്ട് NXP എന്ന് പറഞ്ഞൊരു വെൻഡറാണ്. ആ വെൻഡർ ഉണ്ടാക്കിയാണ് കുറേ ഓരോന്നാണ്. ആ ഓരോന്നിൻ്റെയും കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ടോ. നമ്മളിവിടെ 8051 8089C5 എന്ന് പറഞ്ഞൊരു മോഡലാണ് സെലക്ട് ചെയ്യുന്നത്. അതാണ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളത്. അത് രണ്ടും സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പം അവർ നേരെ ഒരു ബോക്സ് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരും. അത് നമ്മളോട് ചോദിക്കും കോപ്പി സ്റ്റാൻഡപ്പ് പ്രൊജക്റ്റ് ഫോൾഡർ ആൻഡ് ആഡ് ദ പ്രൊജക്റ്റ്. ബേസിക്കലി അവർ ചോദിക്കുന്നത് സ്റ്റാൻഡപ്പ് കോഡ് നമ്മുടെ പ്രൊജക്റ്റിലോട്ട് ആഡ് ചെയ്യണം വേണ്ടി വന്ന് നമ്മൾ എസ് ക്ലിക്ക് ചെയ്യണം. കാരണം എങ്കിൽ മാത്രമേ അത് സ്റ്റാക്ക് പോയിന്റർ സെറ്റ് ചെയ്യുള്ളൂ. അതേപോലെ ഇനീഷ്യലൈസേഷൻ നമ്മൾ പുതിയൊരു പ്രൊജക്റ്റ് ചെയ്യണം, മെമ്മറി ക്ലിയർ ചെയ്യണം, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാക്ക് പോയിന്റർ സെറ്റ് ചെയ്യണം, ഇനീഷ്യലും ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ടപ്പ് കോഡ് ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ വേറെ എക്സ്ട്രാ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അത് കുറച്ച് അതിൻ്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം ഇവിടെ എസ് കൊടുത്തു കഴിയുമ്പം ബേസിക് നമ്മുടെ പ്രൊജക്റ്റ് സെറ്റ്. ഇനി നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് ഇവിടെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞൊരു കോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. സോഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൻ്റെ ഉള്ളിലാണ് അത് ആഡ് ചെയ്ത് കിടക്കുന്നത്. ഇതായിരിക്കും നമ്മുടെ ബേസിക്കുള്ള പ്രൊജക്റ്റ്. ഈ സോഴ്സ് ഗ്രൂപ്പിൻ്റെ ഉള്ളിലാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ A.5 എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പ് കോഡ് ആഡ് ചെയ്തേക്കുന്നത്.
ഈ പ്രൊജക്റ്റ് വിൻഡോയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. അതിൽ കുറേ ടാബ്സ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഫയൽ ടാബ് ഉണ്ട്. ആ ഫയൽ ടാബിലായിരിക്കും ഫയൽസ് എല്ലാം ഉണ്ട്. അതേപോലെ രജിസ്റ്റർ ടാബ്സ് ഉണ്ട്, രജിസ്റ്റേഴ്സ് സേവ് ചെയ്യാനായിട്ട്. അതേപോലെ ഫംഗ്ഷൻസ്, ഡിഫറെൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ ഫംഗ്ഷൻസ് ഒക്കെ അതിനകത്ത് കാണാൻ പറ്റും. ഡീബഗ് ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് ഈ സാധനങ്ങൾ രജിസ്റ്റർ ടാബൊക്കെ നമുക്ക് ആവശ്യം വേണ്ടി വരും. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ ഒരു പുതിയ പ്രൊജക്റ്റ്. ഇപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ സ്റ്റാർട്ടപ്പ് കോഡ് ആഡ് ചെയ്തു. അടുത്ത് നമ്മൾ പുതിയതായിട്ടൊരു കോഡ് എഴുതാൻ പോവുക. കോഡ് എഴുതുമ്പം നമ്മൾ ജസ്റ്റ് ഫയലിൽ പോയിട്ട് ന്യൂ എന്ന് പറഞ്ഞൊരു ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് കിട്ടും. അതിനകത്ത് നമ്മളൊരു കോഡ് എഴുതാണ്. ഇവിടെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഹലോ വേൾഡ്, നമ്മളെല്ലാവരും ഫസ്റ്റ് എഴുതുന്ന കോഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ കോഡാണ്. ആ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ കോഡ് നമ്മളിവിടെ എഴുതാൻ പോവാണ്. നമ്മൾ സി പ്രോഗ്രാം എഴുതുന്ന പോലെ നമുക്ക് രണ്ട് ആണെങ്കിൽ സി ഉപയോഗിച്ച് അല്ലെങ്കിൽ എംബഡഡ് സി ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ സി പ്രോഗ്രാം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. സാധാ ചെയ്യുന്ന പോലെ തന്നെ ഹെഡ് ഫയൽ ആഡ് ചെയ്യുക, ഹാഷ് ഇൻക്ലൂഡ് സ്റ്റുഡിയോ ഡാറ്റ് ടച്ച് ഇൻ മെയിൻ വോയിഡ് പ്രിന്റ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ കോഡ് എഴുതുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബേസിക്കായി ചെയ്യുന്ന പോലെ തന്നെ സേവ് ചെയ്യുക. അതൊന്നുമില്ല. പക്ഷേ ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് പക്ഷേ നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ ഉള്ളോട്ട് ഇത് ലിങ്ക് ചെയ്തിട്ടുണ്ടാവില്ല. അതായിരിക്കും ഇതിൻ്റെ പ്രധാന പ്രശ്നം. രണ്ട് ഫയലാണ്. നമ്മുടെ പ്രൊജക്റ്റ് ഒരു ഫയല്, നമ്മൾ ഈ സാമ്പിൾ ഡോട്ട് സി എന്ന് പറഞ്ഞ് സേവ് ചെയ്തേക്കണ ഈ ഒരു ഫയൽ വേറൊരു ഫയലായിട്ട് കിടക്കുന്നുണ്ടാവും. സോ ദർ മസ്റ്റ് എ ലിങ്ക് ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദം. Then only when we execute it will work. So for that we need to add the file to the project. So അതിനുവേണ്ടിയാണ് നമ്മൾ സോഴ്സ് ഗ്രൂപ്പിൽ പോയിട്ട് പ്രൊജക്റ്റ് വിൻഡോ ക്ലിക്ക് ചെയ്യുക. അതിനകത്തൊരു ഓപ്ഷൻസ് ഉണ്ടാവും, ആഡ് ഫയൽ. ആഡ് ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏതാ സാമ്പിൾ ഡോട്ട് സി എന്ന് പറയുന്ന നമ്മൾ ഈ ഫയൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഇവിടെ കണ്ട ഒരു ലിങ്ക് ആ സാമ്പിൾ ഡോട്ട് സി നമ്മുടെ പ്രൊജക്റ്റിലോട്ട് ആഡ് ചെയ്യും. അതേപോലെ ഒരു ലിങ്ക് അവിടെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ സാമ്പിൾ ഡോട്ട് സി എന്ന് പറഞ്ഞ സാധനം നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിലോട്ട് ആഡ് ചെയ്ത് കഴിയും. ഇനി അടുത്തൊരു ഭാഗം എന്ന് പറയുന്നതാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ടാർഗറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ കോൺഫിഗർ ചെയ്യണം. നമ്മൾ ജസ്റ്റ് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ ഡീബഗിങ് അതൊന്നും തന്നെയില്ല. നമ്മൾ ടാർഗറ്റ് നമ്മൾ ചെയ്യണം. അതിനുവേണ്ടി ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ആ ടാർഗറ്റ് കോൺഫിഗറേഷൻ നടത്തണം. ടാർഗറ്റ് കോൺഫിഗറേഷൻ നടത്താൻ വേണ്ടി പ്രൊജക്റ്റ് ടാബിൽ പോയിട്ട് ഓപ്ഷൻസ് ഫോർ ടാർഗറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഡിവൈസിൽ നമ്മൾ കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഏതാണ് നമ്മുടെ ഡിവൈസ്, അറ്റ്മൽ എന്ന് പറയുന്ന കമ്പനിയാണ് യൂസ് ചെയ്യുന്നത്. അറ്റ്മലിൽ തന്നെ ഏത് 8051 ആണ് സെലക്ട് ചെയ്തേക്കുന്നത്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കഴിയണം. അപ്പോൾ അതൊന്നും ചെയ്യാനില്ല. രണ്ടാമത്തെ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഡിവൈസ് കഴിഞ്ഞ് അടുത്ത ടാർഗറ്റ് വരുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. സ്മോൾ വേരിയൻറ്റ്. ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ മെമ്മറി മോഡൽ 3 ടൈപ്പ് ഉണ്ട്: സ്മോൾ, ലാർജ്, കോമ്പാക്ട്. സ്മോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ ഡാറ്റ മെമ്മറി ആയിരിക്കും അത് യൂസ് ചെയ്യേണ്ടാവുക. ഇനി എക്സ്റ്റേണൽ ഡാറ്റ മെമ്മറി ഇൻ പേജഡ് മോഡാണെങ്കിൽ അത് കോമ്പാക്ട് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനി എക്സ്റ്റേണൽ ഡാറ്റ മെമ്മറി നോൺ പേജഡ് മോഡാണെങ്കിൽ അത് ലാർജ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മളിവിടെ അതിനേക്കാളൊക്കെ മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ മെഗാ ഹെഡ്സ്, അതിൻ്റെ ഒരു ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഫ്രീക്വൻസി കൊടുക്കുമ്പം വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഏത് ഹാർഡ്വെയർ ആണോ, ഏത് മൈക്രോ കൺട്രോളാണ് എടുത്തേക്കണേ, ആ ഒരു മൈക്രോ കൺട്രോളിൽ ഒരു ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ഫ്രീക്വൻസിയും നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്ന ഫ്രീക്വൻസിയും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കണം. അല്ലെങ്കിൽ അത് വർക്ക് ആവില്ല, എക്സിക്യൂട്ട് ആവില്ല, നമുക്ക് അതിനുള്ള ഡിസൈഡ് ഔട്ട്പുട്ട് കിട്ടില്ല. അവിടെ ഒരു എറർ സംഭവിക്കും. സോ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ മെമ്മറി മോഡൽ 3 ടൈപ്പ് ഉണ്ട്. മെമ്മറി ഉണ്ട്, സ്മോൾ ഉണ്ട്, ലാർജ് ഉണ്ട്, അതുപോലെ കോമ്പാക്ട് ഉണ്ട്. അടുത്തതാണ് കോഡ് റോം സൈസും ഇതേപോലെ തന്നെ 3 ടൈപ്പ് ഉണ്ട്: സ്മോൾ, കോമ്പാക്ട്, ലാർജ്. സ്മോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ 2K ബൈറ്റ്സ് ആയിരിക്കും അതിൻ്റെ സൈസ്. ഈ കോമ്പാക്ട് എന്ന് പറയുകയാണെങ്കിൽ 2K ബൈറ്റ് ഫംഗ്ഷൻ ഉണ്ടാവും ആൻഡ് 64K ബൈറ്റ് കോഡ് മെമ്മറി ഉണ്ടാവും. മൂന്നാമത് പറഞ്ഞാൽ ലാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 64K ബൈറ്റ് മെമ്മറി ആയിരിക്കും ഉള്ളത്. അടുത്തെന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് നമ്മളിവിടെ RTOS ബേസ് ചെയ്യുന്ന കാരണം 2 എണ്ണമാണുള്ളത്. RTOS ബേസിൽ RTX X51 ടൈനിയും RTX 51 ഫുള്ളും നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അടിയിൽ കുറേ ഭാഗങ്ങളുണ്ട്, ഓഫ് ചിപ്പ് കോഡ് മെമ്മറി, അങ്ങനത്തെ കുറേ എക്സ് ഡാറ്റ മെമ്മറി, അങ്ങനെ പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു പക്ഷേ എന്താ പറയുക, ഓൺ ചിപ്പ് മെമ്മറി ഇവിടെ ഓൺ ചിപ്പ് മെമ്മറി കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓൺ ചിപ്പ് മെമ്മറി ഇവിടെ ടിക്ക് ചെയ്യുകയാണെങ്കിൽ അടിയിലോട്ട് വന്നിട്ട് നമ്മൾ എത്ര അതിൻ്റെ സ്റ്റാർട്ടിംഗ് മെമ്മറിയും അതേപോലെ തന്നെ സൈസും, EPROMൻ്റെ ഓരോ സ്റ്റാർട്ടിംഗ് മെമ്മറിയും അതിൻ്റെ സൈസ് എവിടെ തൊട്ട് എവിടെ വരെയാണ്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് മെമ്മറി 0x002 0x0FF വരെയായിരിക്കും നമ്മുടെ സ്റ്റാർട്ടിംഗ് മെമ്മറി. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 4K ആയിരിക്കും. അങ്ങനെ നമുക്ക് ഓരോന്ന് ആഡ് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് ബേസിക്കുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ടാർഗറ്റ് കോൺഫിഗറേഷനിൽ.
ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇത് കഴിഞ്ഞിട്ട് പറ്റുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എങ്ങനെയാണ് ഇത് ചെയ്തതിനുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ഫോർ മൈ വാച്ചിങ് ദിസ്.